പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പ്രസിദ്ധീകരിച്ച സാമുദായിക വിഭജനത്തിന് കാരണമാകുമെന്ന് ആക്ഷേപമുയർന്ന സിപിഎമ്മിന്റെ പത്രപരസ്യം ആരുടെയും അനുമതിയില്ലാതെ തന്നെ ആരും അനുമതി വാങ്ങിയിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അന്വേഷണമില്ലെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. പരസ്യത്തിന് അനുമതി തേടിയിരുന്നെന്ന മന്ത്രി എം.പി. രാജേഷ് അടക്കമുള്ളവരുടെ വാദം ഇതോടെ പൊളിഞ്ഞു. ഫലത്തിൽ മന്ത്രി പച്ചക്കള്ളം പറഞ്ഞുവെന്ന് വ്യക്തമാവുകയാണ്. ഇത്രയും വിവാദമുണ്ടായ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പരാതിയില്ലെന്നാണ് ഇതിന് ന്യായം പറയുന്നത്. സരിൻ തരംഗം എന്ന തലക്കെട്ടോടെ സുപ്രഭാതം. സിറാജ് പത്രങ്ങളിൽ കഴിഞ്ഞ 19-ന് വന്ന പരസ്യത്തിന് രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ അടക്കം ആരും അനുമതി വാങ്ങിയിട്ടില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ് വെളിപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണമൊന്നും നടക്കുന്നില്ലെന്നും വിവരാവകാശ മറുപടിയിലുണ്ട്. പരസ്യം പ്രസിദ്ധീകരിച്ച പത്രങ്ങളുടെ പ്രതിനിധികളെ കളക്ടറേറ്റിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. അതിനപ്പുറത്തേക്ക് അന്വേഷണമില്ലെന്ന സൂചനയാണ് വിവരാവകാശത്തിലുള്ളത്. അന്വേഷണം നടക്കുന്നില്ലെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ മറുപടി LDFന്റെ പെരുമാറ്റച്ചട്ട ലംഘനം തേച്ചുമാച്ച് കളയാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് സൂചന. പരാതി കിട്ടാത്തതിനാൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടറോ അവരുടെ കീഴിലെ ആരെങ്കിലുമോ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. പരസ്യം സംബന്ധിച്ച് വരണാധികാരിക്ക് പരാതി നൽകിയിരുന്നതായി UDF പാലക്കാട് ചെയർമാൻ മരക്കാർ മാരായമംഗലം പറഞ്ഞു. ഈ പരാതിയിൽ സംശയങ്ങൾ ഉയർത്തുന്നതാണ് വിവരാവകാശ മറുപടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് UDFനെതിരെ സന്ദീപ് വാര്യരെ വെച്ചുള്ള തെരഞ്ഞെടുപ്പ് പരസ്യവുമായി LDF രംഗത്ത് വന്നിരുന്നു. സരിൻ തരംഗം എന്ന വലിയ തലക്കെട്ടിലാണ് പരസ്യം. എന്നാൽ പരസ്യത്തിൽ കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത് സന്ദീപ് വാര്യരെ തന്നെയാണ് എന്നതാണ് പ്രത്യേകത. സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെയാണ് പത്രപരസ്യത്തിൽ ഉള്ളത്. സുന്നി കാന്തപുരം വിഭാഗം മുഖപത്രമായ സിറാജ്, സംസ്ഥാന മുഖപത്രം സുപ്രഭാതം എന്നിവയിലാണ് പരസ്യം LDF നൽകിയത്. CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ പരസ്യമില്ല എന്നത് ശ്രദ്ധേയമായി. കശ്മീർ വിഷയത്തിൽ സന്ദീപിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റും RSS വേഷം ധരിച്ചു നിൽക്കുന്ന ചിത്രവും ഒക്കെ പരസ്യത്തിലുണ്ട്. കശ്മീരികളുടെ കൂട്ടക്കലാഹ്വാനം CAA കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ, ഗാന്ധിവധം പോലുള്ള വിഷയങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ കഷ്ടം എന്നിങ്ങനെ സന്ദീപിനെതിരായ തലക്കെട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതേതരവാദിയായ സരിനെ പോലെ ഒരാളെ പുറത്താക്കി വർഗീയതയുടെ കാളക്കൂട വിഷത്തെ സ്വീകരിച്ചുവെന്നാണ് കോൺഗ്രസിനെതിരെ പരസ്യത്തിൽ വിമർശിക്കുന്നത്. വാർത്താ ശൈലിയിലുള്ള അഡ്വറ്റോറിയൽ പരസ്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ LDF പുറത്തിറക്കിയത്. സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ പരസ്യ നീക്കം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് വിലയിരുത്തലെത്തി. റിസൾട്ട് വന്നപ്പോൾ സരിന് 3-ാം സ്ഥാനത്താവുകയും ചെയ്തു. അങ്ങനെ സരിൻ തരംഗം പാലക്കാട് പുതിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്.